ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലും ക്യാരറ്റും വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള, കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 6 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ കഴുകി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിമേ വെച്ചിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ ക്യാരറ്റും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ക്യാരറ്റൊക്കെ ഞാൻ ഇതുപോലെ മുഴുവനായിട്ടും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിമന്നൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റെസിപ്പി എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ ഞാനിതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യും ചേർത്ത് കൊടുക്കാം. ബട്ടർ ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. നെയ്യ് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ബട്ടർ മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. നമ്മുടെ ആ ബട്ടറിൽ നമ്മുടെ ക്യാരറ്റ് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് നമുക്കിത് നല്ലതുപോലെ തന്നെ ഇതുപോലെ നമ്മുടെ ക്യാരറ്റിൻ്റെ ആ നീരൊക്കെ നമ്മുടെ ബട്ടറിൽ നല്ലതുപോലെ തന്നെ അങ്ങ് വറ്റിച്ച് എടുക്കാം. നമ്മൾ തീ മീഡിയത്തിലിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അത്യാവശ്യം 2 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. നമ്മുടെ പഞ്ചസാര പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഇവിടെ നല്ലതുപോലെ തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂണ് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിത് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പാലിൽ നല്ലതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ് അങ്ങ് വേവിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ പാൽ ഇതിൽ മുഴുവനായിട്ടും വറ്റിച്ചെടുക്കണം. പാല് വറ്റിയിട്ട് വരുമ്പോൾ നമ്മുടെ ക്യാരറ്റ് നല്ലതുപോലെ തന്നെ വെന്തിട്ട് വരും. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. തീ നമ്മളൊരു മീഡിയത്തിലിട്ട് കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാല് ഇതുപോലെ വറ്റി വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ക്യാരറ്റൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കൂടുതൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ ആ മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ നിൽക്കുക. അപ്പോൾ നമുക്ക് 1 സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാലൊക്കെ ഇവിടെ നല്ലതുപോലെ തന്നെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു 2-3 മിനിറ്റും കൂടെ ഇതുപോലെ നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ക്യാരറ്റൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് മധുരം വേണമെങ്കിൽ, കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിപ്പോൾ പാലൊക്കെ നല്ലതുപോലെ തന്നെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു 2-3 മിനിറ്റും കൂടെ ഗ്യാസിൽ വെച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാലൊക്കെ നമ്മുടെ ക്യാരറ്റിൽ നല്ലതുപോലെ തന്നെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇതുപോലെ ഒരു ട്രൈക്കാണ് അത് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചൂട് കൊടുക്കാൻ തന്നെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ട്രൈ ആണ്. അപ്പോൾ നിങ്ങൾ ചൂട് കൊടുക്കാൻ അതുപോലെ പൊട്ടുന്ന പാത്രത്തിലിട്ട് കൊടുക്കുമ്പോൾ അത് പൊട്ടിപ്പോവും ചില പാത്രങ്ങൾ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതുപോലെ ഒരേ ലെവലാക്കിയിട്ട് കൊടുക്കാം. നമുക്കിത് ചൂട് കൊടുക്കണ വേണമെങ്കിലും കഴിക്കാം. ഞാനിപ്പോൾ ഇത് തണുപ്പിച്ചിട്ട് ഐസ്ക്രീമും ചേർത്തിട്ടാണ് നമ്മുടെ ഈ ക്യാരറ്റ് ഹൽവ കഴിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മുകളിലൂടെ
കുറച്ച് മിൽക്ക് മെയ്ഡ് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ വെറുതെ ഇട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പം നമ്മുടെ ക്യാരറ്റ് ഹൽവയൊക്കെ ഇവിടെ നല്ലതുപോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് എങ്ങനെ കഴിക്കുന്നതെന്നുള്ളതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതുപോലെ 2 കപ്പ് എടുത്തിട്ട് ഈ കപ്പിലേക്ക് നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചൂടാറിയതിന് ശേഷമാണ് ഇത് കഴിക്കുന്നത്. നമുക്കിത് ചൂട് കൊടുക്കാൻ തന്നെയും കഴിക്കാം, നല്ല ടേസ്റ്റാണ്. ചൂടാറിയിട്ട് കഴിക്കുമ്പോൾ വേറെ ടേസ്റ്റ്, ചൂട് കൊടുക്കാൻ കഴിക്കുമ്പോഴും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ മുകളിലൂടെ വാനില ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഐസ്ക്രീമിൻ്റെ കൂടെ നമ്മുടെ ഇതുപോലെ ക്യാരറ്റ് ഹൽവ റെഡിയാക്കിയിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് 2 കപ്പിലേക്കും ഇതുപോലെ ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. നമ്മൾ ക്യാരറ്റ് ഹൽവയാണ് റെഡിയാക്കിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.